ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മുടിയുടെ ആരോഗ്യം നഷ്ടപ്പെടുക, നമുക്ക് പെട്ടെന്ന് തന്നെ മുടി നരയ്ക്കുക, ഇതെല്ലാം എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് വീട്ടിൽ തന്നെ നാച്ചുറൽ ആയിട്ട് കറുപ്പിച്ചെടുക്കാൻ സാധിക്കും. അതുകൂടാതെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് നല്ല ടിപ്സുകളെല്ലാം ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു ആദ്യത്തെ ടിപ്സ് എന്താ നോക്കാം. നമ്മൾ പാല് കാച്ചി കഴിഞ്ഞാൽ ഈ ചൂടുകാലത്ത് ഫ്രിഡ്ജിലോ ഇനി കറണ്ട് പോവുകയും ഫ്രിഡ്ജിൽ വെക്കാതിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അത് കേട് വന്ന് പോകാറുണ്ട്. അപ്പോൾ പാല് കേട് വരാതിരിക്കാൻ ഇനി ഫ്രിഡ്ജ് ഇല്ലെങ്കിലും കേട് വരാതെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള നല്ലൊരു സൂത്രമാണ്. പണ്ട് കാലം മുതലേ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സൂത്രം കൂടിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഒരു പാത്രത്തിലേക്ക് പാല് മാറ്റിയിട്ടുണ്ട്, നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പാത്രത്തിനേക്കാളും വലിയൊരു പാത്രമാണ് നമുക്ക് ആദ്യം വേണ്ടത്. അപ്പോൾ അതുപോലെ കുറച്ച് വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക, അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു കോട്ടന്റെ തുണി എടുക്കണം കേട്ടോ. കോട്ടന്റെ തുണി തന്നെ എടുക്കണം. എന്നിട്ട് ആ തുണി ഈ ഒരു വെള്ളത്തിൽ ഒന്ന് മുക്കി നന്നായിട്ടൊന്ന് ആ തുണിക്ക് നല്ലൊരു നനവ് കൊടുക്കണം. എന്നിട്ട് വെള്ളം ഒരുപാട് ഒറ്റി പോവുകയും ചെയ്യരുത്, നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. എന്നാൽ തുണിയിൽ നനവും ഉണ്ടായിരിക്കണം. ഞാൻ ആ വെള്ളം ഒന്ന് മാറ്റിയിട്ടുണ്ട്. വീണ്ടും ആ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ട് നമ്മൾ പുതിയ വെള്ളമാണ് കേട്ടോ എടുത്തുള്ളത്. എന്നിട്ട് നമ്മൾ ആ പാല് ആ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ നനച്ചിട്ടുള്ള ഒരു കോട്ടന്റെ തുണി ഉണ്ടല്ലോ, ആ തുണി എടുത്തിട്ട് ഈ ഒരു പാലിന്റെ മുകളിൽ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ കവർ ചെയ്തിട്ട് അതിൻ്റെ ആ തുണിയുടെ എക്സ്ട്രാ നിൽക്കുന്ന പുറത്തേക്ക് നിൽക്കുന്ന ഭാഗമൊക്കെ ആ വെള്ളത്തിലേക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ തുണിക്ക് എപ്പോഴും ആ ഒരു നനവ് നഷ്ടപ്പെടാണ്ടിരിക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ പാലിന്റെ പാത്രത്തിന്റെ അടിയിലും വെള്ളമുണ്ട്, അതിന്റെ മുകൾ ഭാഗത്തും ഒരുപോലെ നമുക്ക് തണുപ്പ് നൽകുന്ന രീതിയിൽ കോട്ടന്റെ തുണിയിൽ നനവുള്ളത് കൊണ്ട് തന്നെ പാല് എത്ര സമയം വെച്ചാലും കേടുകൂടാണ്ടിരിക്കും കേട്ടോ. ഒരു ദിവസം വരെയൊക്കെ അങ്ങനെ ഇരിക്കുള്ളൂ. നമ്മളിപ്പോൾ എന്തായാലും രാവിലെ കാച്ചി പാല് എന്തായാലും വൈകുന്നേരത്തിന് മുന്നേ നമ്മൾ അത് ഫിനിഷ് ആക്കും. ഇനി നമുക്ക് കറണ്ട് പോയാലോ ഇനി ഫ്രിഡ്ജ് ഇല്ലെങ്കിലോ പാല് കേടാവില്ല കേട്ടോ. പക്ഷെ ഇത് വെക്കുന്ന സമയത്ത് ഒരുപാട് നല്ല വെയിൽ തട്ടുന്ന നല്ല ചൂടുള്ള ഭാഗത്ത് വെക്കരുത്. കുറച്ച് ഒരു തണുപ്പുള്ള ഭാഗത്ത്, അതായത് നമ്മൾ അധികം വെയിലൊന്നും തട്ടാതെ നമ്മളെ കിച്ചണിലാണെങ്കിൽ ഒരു ഭാഗം ഉണ്ടാവില്ല, ഒരു അരുവിൽ എവിടെയെങ്കിലും മൂലയിൽ വെച്ചു കഴിഞ്ഞാൽ ഒരു 24 മണിക്കൂർ വരെ അത് പാല് കേടാരാതിരിക്കും കേട്ടോ. അടുത്തൊരു ടിപ്സ് എന്താ നോക്കാം. നമുക്ക് വേനൽക്കാലത്ത് പ്രത്യേകിച്ചും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ വാങ്ങിക്കുന്ന കോഴിമുട്ട ആണെങ്കിലും താറാവ് മുട്ട ആണെങ്കിലും പെട്ടെന്ന് തന്നെ ചീത്തയായി പോകുന്നത്. അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള ചെറിയൊരു ട്രിക്കാണ് കേട്ടോ. നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇനി വെളിച്ചെണ്ണയോ ഓയിലോ എന്തെടുത്താലും കുഴപ്പമില്ല. ഇതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തുള്ള മുട്ടയുടെ മുകളിൽ ഇതുപോലെ ഒന്ന് ആ ഒരു എണ്ണ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുന്നേ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട പെട്ടെന്ന് കേടുവരുന്നത് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇതൊന്നും ചെയ്തു നോക്കൂട്ടോ. പിന്നെ വേനൽക്കാലത്തുള്ള മറ്റൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൈരാണെങ്കിലും മോരാണെങ്കിലും പെട്ടെന്ന് തന്നെ അത് ഭയങ്കരമായിട്ട് പുളി വരാറുണ്ടാവും. അപ്പൊ അത്തരം പുളി നമുക്കൊന്ന് കുറച്ച് കൊണ്ടുവരുന്നതിനിടെ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ആ നല്ല പുളിയുള്ള തൈര് അല്ലെങ്കിൽ മോര് പുളി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ തേങ്ങയുടെ പൂളുകൾ ഇട്ട് കൊടുക്കട്ടോ. ചിരകിയിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചിരകി കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും അരിച്ചെടുക്കേണ്ടി വരില്ലേ, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ പൂളുകളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങാപ്പൂളും ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു 10-15 മിനിറ്റ് അതുപോലെ മാറ്റി വെച്ചതിന് ശേഷം അതൊന്ന് ആ ഒരു തേങ്ങയുടെ പീസുകൾ അല്ലെങ്കിൽ നമ്മൾ ചിരകിയിട്ടുള്ള തേങ്ങ എടുത്ത് മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പുളി നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആ തേങ്ങ ഒന്ന് കടിച്ച് കഴിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. നമ്മൾ വീട്ടിൽ എപ്പോഴും ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കി എടുക്കാറുണ്ടാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയും നല്ല സ്പോഞ്ച് പോലുള്ള ഇഡ്ഡലിയും നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു രീതിയിൽ ഈ മാവ് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് വേണ്ടത് പുഴുങ്ങലരിയാണ് കേട്ടോ. പുഴുങ്ങലരി നമ്മൾ എത്ര എടുക്കുന്നു അതേ അളവിൽ തന്നെയാണ് പച്ചരി എടുക്കുന്നത്. അപ്പൊ 2 കപ്പ് പുഴുങ്ങലരി എടുക്കുമ്പോൾ അതേ അളവിൽ തന്നെ 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് മാറ്റി വയ്ക്കുക. അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ആദ്യം. പിന്നെ എന്താ, നമ്മൾ ഉഴുന്നെടുക്കുന്നുണ്ട്. നമ്മൾ 4-1 ഉഴുന്ന് എടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ അങ്ങനെ വരുമ്പോൾ 1 കപ്പാണ് നമ്മൾ എടുക്കേണ്ടത്. പക്ഷെ നമ്മൾ 1 കപ്പ് എടുക്കുന്നില്ല, ഏകദേശം 2 പിടി അളവിൽ നമ്മളിതാ ഇതുപോലെ എടുക്കുന്നുള്ളൂ കേട്ടോ ഉഴുന്ന്. നിങ്ങൾ വിചാരിക്കും ഇത്രയും കുറവ് ഉഴുന്നിട്ട് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സോഫ്റ്റ് ആയി കിട്ടുമെന്ന്. അപ്പൊ അതിനുള്ളൊരു ട്രിക്കും കൂടി പറഞ്ഞു തരാം. ഇത് നമ്മൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ഉഴുന്നിന്റെ കൂടെ. എന്നിട്ട് ഇത് ഫ്രിഡ്ജിലാണ് കുതിർത്താനായിട്ട് വെക്കുന്നത് കേട്ടോ. അരി കഴുകിയെടുത്ത് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. നമ്മളൊരു 4-5 മണിക്കൂർ അത് നന്നായിട്ട് കുതിരാനായിട്ട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ മാവ് അരയ്ക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ച് വെണ്ടയ്ക്ക എടുക്കുന്നുണ്ട് കേട്ടോ. വെണ്ടയ്ക്കയാണ് നമ്മുടെ ഈ മാവിൻ്റെ സീക്രട്ട്. അപ്പോൾ ഈ വെണ്ടയ്ക്ക എടുക്കുന്ന സമയത്ത് എന്താ ചെയ്യുന്നത് വെച്ചാൽ, വെണ്ടയ്ക്കയിൽ നമ്മളിത് ഉഴുന്നരയ്ക്കുന്നുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഈ വെണ്ടയ്ക്ക അതിൻ്റെ ആ പുറത്തുള്ള പച്ച കളറായിട്ടുള്ള ഭാഗം ഉണ്ടാവുമല്ലോ, അത് മാറ്റിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കുരു കളയണം. അതിൻ്റെ ഈ കുരുവൊക്കെ നിൽക്കുന്ന ഒരു വെള്ള കളറുള്ള ഒരു തണ്ട് പോലെ ഉണ്ടാവുമല്ലോ, ആ ഒരു തണ്ടാണ് നമ്മൾ ഈ ഒരു ഉഴുന്നിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് പോകുന്നത്.
അല്ല പക്ഷെ നമ്മൾ അതിന്റെ കുരു എടുക്കരുത്, അതേപോലെ തന്നെ ആ പച്ച കളറുള്ള ഭാഗം എടുക്കരുത്. ഈ വെള്ള കളറുള്ള ആ ഒരു ഉള്ളിലുള്ള ആ ഒരു തണ്ട് പോലത്തെ സാധനം കൂടി ചേർത്തിട്ട് നമ്മൾ എന്താ മിക്സിയിൽ മാവ് അരയ്ക്കുന്ന സമയത്ത് അറിയാലോ, മാവ് നല്ലതുപോലെ സോഫ്റ്റ് ആയി വരുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസ് ക്യൂബോ അല്ലെങ്കിൽ നല്ല തണുത്ത വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ ഉഴുന്ന് നമ്മൾ ഫ്രിഡ്ജിൽ കുതിരാനായിട്ട് വെക്കാം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. അപ്പോൾ ഇനി ഇതിന്റെ കൂടെ കുറച്ച് ഐസ് ക്യൂബും കൂടി ഇട്ട് കഴിഞ്ഞാൽ മാവ് ചൂടാവില്ല. അപ്പൊ അങ്ങനെ അരച്ചെടുത്ത ഉഴുന്നാണ്. ഇനി അതേപോലെ തന്നെ നമ്മൾ പച്ചരിയും പുഴുങ്ങലരിയും നമ്മൾ കുതിർത്തി വെച്ചില്ലേ, അതും കൂടി അരച്ചെടുക്കുന്നുണ്ട്. നമ്മൾ ഇഡ്ഡലിക്കും ദോശയ്ക്കൊക്കെ അരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു ചെറിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് അരഞ്ഞു പോവാണ്ട് നമ്മൾ ഒരു ചെറിയ ചെറിയ തരി പോലെ ഉണ്ടാവണം കേട്ടോ. ഒരു റവയൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ഉണ്ടാവില്ല ഒരു തരി, അതുപോലെ ഒരു തരി രീതിയിൽ വേണം നമ്മളുടെ അരി അരച്ചെടുക്കാൻ. ഉഴുന്ന് നന്നായിട്ട് അരയ്ക്കണം, എന്നാൽ അരി തരി തരിയായിട്ട് അരച്ചെടുത്തിട്ട് അത് ഇതിൻ്റെ കൂടെ ഉഴുന്നിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്തി കൊടുക്കാം. പിറ്റേ ദിവസം ആവുന്ന സമയത്ത് നല്ല രീതിയിൽ മാവ് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കിയെടുക്കാം. ഇഡ്ഡലിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മൾ ഇഡ്ഡലിൻ്റെ തട്ടൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മാവ് ഒഴിക്കുന്നതിന് മുന്നേ അതിലൂടെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളം നല്ല തിളച്ച് മുകളിലേക്ക് ആവി വന്നിരിക്കണം. ആ ആവി വന്നതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഇതുപോലത്തെ ഇഡ്ഡലി കിട്ടും കേട്ടോ. നല്ല സ്പോഞ്ച് പോലെയുള്ള ഇഡ്ഡലിയാണ്. ഇനി അതേപോലെ തന്നെ നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്ത് വേണമെങ്കിൽ അല്പം നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ ഒന്ന് മാവ് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നമ്മളുടെ വീട്ടുമുറ്റത്ത് അല്ലെങ്കിൽ തൊടിയിലെല്ലാം നമുക്ക് സുലഭമായി കിട്ടുന്ന ഈ ഒരു സസ്യം കുറുന്തോട്ടിയാണ്. ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു സസ്യമാണ്. അപ്പൊ നമുക്കത് എടുത്ത് സമൂലം എടുക്കണം കേട്ടോ. അതാണ് അതിന്റെ വേരിൽ വരെ നമുക്ക് അത്രയും ഔഷധ ഗുണങ്ങളുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു കുറുന്തോട്ടി എടുത്ത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിന്റെ ഒന്നും തന്നെ നമ്മൾ വേസ്റ്റ് ആക്കാണ്ട് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത് പണ്ട് കാലം മുതലേ മുടി വളർച്ചയ്ക്കും മുടിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് കുറുന്തോട്ടി ഉപയോഗിക്കാറുണ്ട്. അപ്പം ഞാനൊക്കെ ചെറുപ്പം മുതലേ ഇതിന്റെ താളി ഉണ്ടാക്കി തലയിൽ തേക്കാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇതുപോലെ നമുക്ക് കല്ലിലിട്ട് ഉരയ്ക്കാനുള്ള ഒരു സൗകര്യം പണ്ടൊക്കെ നമ്മൾ കല്ലിൽ വെച്ച് ഉരച്ചിട്ടാണ് താളി ഉണ്ടാക്കുക. അപ്പൊ അതൊന്നും മാറി നമ്മളിപ്പോൾ അതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മിക്സിയിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ച് അരച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് താളി തയ്യാറാക്കാൻ സാധിക്കും. മുടി കൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു താളിയാണ് തയ്യാറാക്കുന്നത്. അപ്പൊ നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. നല്ല പേസ്റ്റ് രൂപത്തിലാക്കി അരച്ചെടുക്കുക. അപ്പൊ ഇങ്ങനെ അരച്ചെടുത്തുള്ളത് അതിന്റെ കൂടെ ഒന്ന് നമ്മൾ അരിക്കുന്നുണ്ട്. അതുള്ള ഒരു തരി ആ ഒരു ചെടിയുടെ കമ്പിലുണ്ടാവുന്ന ഒരു തരി ഉണ്ടാവും, അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അല്ലെങ്കിൽ തുണിയിലേക്കോ അല്ലെങ്കിൽ എന്താ അരിപ്പയിലേക്കോ ഇട്ടിട്ട് അരിച്ചെടുക്കാം. അരിച്ചെടുത്തുള്ള കുറുന്തോട്ടീന്റെ നീരിലേക്ക് നമുക്കിനി തലേ ദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം ചൂടുള്ളതാവരുത്, തലേ ദിവസത്താണെങ്കിൽ ഏറ്റവും നല്ലത്. അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നമ്മുടെ തലമുടിയിലേക്ക് തേച്ച് കൊടുക്കാം കേട്ടോ. തേക്കുന്ന സമയത്ത് കുളിക്കുന്നതിന് മുന്നേ ഒരു അരമണിക്കൂർ മുന്നേ തേച്ചാൽ മതിയാവും. ഇതൊക്കെ കൂടി കഞ്ഞിവെള്ളത്തിൻ്റെയും കുറുന്തോട്ടിയുടെയും നീരായതുകൊണ്ട് തന്നെ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാനും പുതിയ മുടി വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാൻ ഏകദേശം ഒരാഴ്ച ഇത് തേക്കുന്ന സമയത്ത് എനിക്ക് നമുക്ക് എന്തായാലും ബേബി ഹെയർ ഉണ്ടാവും, ആ ബേബി ഹെയർ ഒക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് വന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. അപ്പൊ മുടി കൊഴിച്ചിലുള്ളവർക്ക് ഏറ്റവും നല്ലൊരു താളിയാണ് കേട്ടോ ഈ കുറുന്തോട്ടിയുടേത്. ഇതുപോലെ ഒന്ന് മസാജും കൂടി ചെയ്തിട്ട് നിങ്ങൾ കുളിച്ചാൽ നല്ല മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ടുണ്ടാവും. നരച്ച മുടി നമുക്ക് കറുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കുറുന്തോട്ടി എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, കുറുന്തോട്ടി നമ്മൾ നേരത്തെ അരച്ചതുപോലെ തന്നെ നല്ല രീതിയിൽ ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് അതിൽ സമൂലം അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുക്കുന്നത് ഞാൻ അരിക്കുന്നതിന് മുന്നേ തന്നെ മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളത്തിലേക്ക് അതിൻ്റെ വേരും എല്ലാം ഉണ്ട്. അപ്പോൾ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിപ്പോൾ ഒരു താളി രൂപത്തിലാണ്. ഇത് നമുക്ക് ഒരു ഹെയർ ഡൈ ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ചായപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചായപ്പൊടി 1-2 സ്പൂൺ അല്ലെങ്കിൽ കോഫി പൗഡർ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ആ ഒരു ഇതിലേക്ക് കുറുന്തോട്ടിയുടെയും ചായയുടെ എല്ലാം നല്ലൊരു എസൻസ്, അതായത് സത്ത് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച് അരിച്ചെടുത്തതാണ് കേട്ടോ. അത് അരിച്ചൊഴിക്കുന്നത് ഞാൻ ഇതുപോലെ ഒരു ഇരുമ്പിൻ്റെ കടായിലേക്കാണ്. ഇരുമ്പിൻ്റെ കടായി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു തുരുമ്പ് എടുത്തുള്ള 2-3 ആണി അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പം നന്നായിട്ട് ചൂടുണ്ട് കേട്ടോ. ചൂടോട് കൂടിയിട്ടാണ് ഞാൻ അരിച്ച് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ടൊന്ന് ചൂടാറാനായിട്ട് ഇത് മാറ്റി വെക്കാം. ചൂടാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ ഹെന്ന പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഇതിൽ ചെമ്പരത്തി, നെല്ലിക്ക, കറിവേപ്പില എല്ലാം കൂടി അടങ്ങിയിട്ടുള്ള ഒരു ഹെന്ന പൗഡറാണ്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ്.
അപ്പോൾ ഇതിൽ നമുക്ക് പിന്നെ ചെമ്പരത്തിയോ നെല്ലിക്കേൻ്റെ പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. നിങ്ങൾ വെറും പ്ലെയിൻ ആയിട്ടുള്ള ഹെന്ന പൗഡർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് കുറച്ച് നെല്ലിക്കേൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇത് അതിൻ്റെ ആവശ്യമില്ല, അതിലെല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാതിരുന്നത്. എന്നിട്ട് നമുക്ക് ഒരു രാത്രി മുഴുവനും വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് നല്ല കറുപ്പ് കളറിൽ കിട്ടും കേട്ടോ. ഇത് കറുപ്പ് കളറാണെന്ന് വെച്ചാൽ മുടി ഇത് കറക്കുകയോ ഇല്ലയെന്ന് നിങ്ങൾ സംശയിക്കേണ്ട. നല്ല രീതിയിൽ മുടിക്ക് ബ്ലാക്ക് കളർ കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. കാരണം ഇതിൽ നെല്ലിക്കയുണ്ട്, അതേപോലെ തന്നെ ഹെന്നയുണ്ട്, ചെമ്പരത്തി ഉണ്ട്, കറിവേപ്പില എല്ലാം ഉണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മൾ ഹെയറിലേക്ക് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുന്ന സമയത്ത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് തലമുടിയിൽ എണ്ണമയോ അഴുക്കോ ഉണ്ടാവരുത്. നമ്മൾ എത്ര നരച്ചിട്ടുള്ള ഭാഗമുണ്ടോ അതൊക്കെ മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു പാക്ക് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് ഒരു 2 മണിക്കൂർ നമ്മളിത് വെയിറ്റ് ചെയ്യണം കേട്ടോ. 2 മണിക്കൂറിന് ശേഷം മാത്രമേ നമ്മൾ തലമുടി കഴുകാവൂ. അപ്പോൾ അത് കഴുകുന്ന സമയത്ത് ഷാമ്പു ഉപയോഗിക്കാണ്ട് പ്ലെയിൻ വാട്ടറിൽ കഴുകിയെടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ മുടിയുടെ ഉൾഭാഗത്തൊക്കെ ഒരുപാട് നരകളുണ്ട്, അതെല്ലാം എനിക്ക് ഇല്ലാതാക്കാൻ സാധിച്ചത് ഈ ഒരു ഹെയർ പാക്കാണ് കേട്ടോ. കെമിക്കൽ ഒന്നും തന്നെ ഇല്ലാണ്ട് നമുക്ക് വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് കറുപ്പിച്ചെടുക്കാൻ സാധിക്കുന്ന ഇതുപോലുള്ള നാച്ചുറൽ ഡൈകൾ മാത്രമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. കെമിക്കൽ ആയിട്ടുള്ളതൊക്കെ നമുക്ക് സൈഡ് എഫക്റ്റ് കൊടുക്കുന്നതാണ്. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.